സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചതിൽ SITക്ക് വലിയ വീഴ്ച. ശബരിമലയിൽ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതിലുള്ള സർക്കാരിന്റെ പ്രതികാരമാണ് തന്റെ അറസ്റ്റിലേക്ക് നയിച്ചതെന്നാണ് തന്ത്രിയുടെ വാദം. എല്ലാ ദിവസവും ക്ഷേത്രം തുറക്കാനുള്ള സർക്കാർ നീക്കവും താൻ തടഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചതിലും ദുരുദ്ദേശമുണ്ട്. പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നത് SIT മറച്ചുവെച്ചെന്നും ഗുരുതരമായ ആരോപണം കണ്ഠരര് രാജീവർ ഉന്നയിച്ചു. എന്നാൽ ശബരിമലയിലെ എല്ലാത്തിന്റെയും അവസാന വാക്ക് തന്ത്രി എന്നായിരുന്നു SIT കോടതിയിൽ ഉന്നയിച്ച വാദം. സ്വർണ്ണപ്പാളി കടത്തുന്നതിൽ മറ്റ് പ്രതികളുമായി ഗൂഢാലോചന നടത്തി സാക്ഷിമൊഴികളുണ്ടെന്നും SIT വാദിച്ചു. കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് SITക്ക് തെളിയിക്കാനായില്ലെന്ന് കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടി. സൂര്യഗായത്രി കൊല്ലത്ത് വിവരങ്ങളുമായുണ്ട്. സൂര്യഗായത്രി, മറ്റെല്ലാവർക്കും ഇതുവരെ പുറത്തിറങ്ങിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ മറ്റെല്ലാ പ്രതികൾക്കും സ്വാഭാവിക ജാമ്യമാണെങ്കിൽ തന്ത്രി കണ്ഠരര് രാജീവരെ സംബന്ധിച്ച് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. അതിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുത്ത ബന്ധമോ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങളിലോ തന്ത്രിയുടെ പങ്ക് ബോധ്യപ്പെടുത്താനാകും വിധമുള്ള തെളിവുകൾ SITക്ക് ഹാജരാകാൻ കഴിഞ്ഞില്ല എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിച്ച് ആരോഗ്യ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിയത്. അതിനെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്ന വിമർശനങ്ങൾ ബോധപൂർവം തന്നെ ഈ കേസിലേക്ക് കൊടുക്കാനുള്ള ശ്രമമുണ്ടായി എന്നാണോ? GK തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചതിൽ SITക്ക് വലിയ വീഴ്ചയുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. തന്ത്രിയുടെയും SITയുടെയും വാദങ്ങളുടെ പൂർണ്ണ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ വാദം അറസ്റ്റിന് പിന്നിൽ പ്രതികാരം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതിൽ എടുത്തു പറയേണ്ടത്. പ്രതികാരം ശബരിമലയിൽ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതിലാണ് എന്നുള്ളതാണ്. ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള സർക്കാർ നീക്കം തടഞ്ഞതും ഈ പ്രതികാര നടപടിക്ക് ഒരു കാരണമായി എന്നുള്ളത് തന്ത്രിയുടെ വാദത്തിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചതിലും ദുരുദ്ദേശമുണ്ട് എന്നുള്ളതാണ്. 2004 മുതൽ തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ട്, അത് സ്വർണ്ണക്കൊള്ളയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അത് ദുരുദ്ദേശപരമായിട്ടാണ് അത്തരത്തിലൊരു ബന്ധം സ്ഥാപിച്ചെടുത്തത് എന്നുള്ളതാണ് തന്ത്രിയുടെ വാദം. മന്ത്രിമാർ അടക്കം VIP-കളുമായി പോറ്റിക്കുള്ള ബന്ധം മറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായെന്ന് ഇന്ന് ഉള്ള ഗുരുതരവാദം തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. SITക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് തന്ത്രിയുടെ വാദത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നത് SIT മറച്ചുവെച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പോറ്റിയുടെ ഭാര്യാപിതാവ് ശബരിമലയിൽ കീഴ്ശാന്തിയായിരുന്നു. ഭാര്യാപിതാവിന്റെ സഹോദരൻ ശബരിമലയിൽ ഗാർഡായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു. ഇക്കാര്യങ്ങൾ റിപ്പോർട്ടുകളിൽ നിന്ന് മറച്ചത് താനാണ് പോറ്റിയെ കയറ്റിയത് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ മറച്ചുവെച്ചത് എന്നുള്ളതാണ് തന്ത്രിയുടെ വാദം. ബാജിവാഹനം വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് തന്നെ മോശമാക്കാൻ എന്നും ഉള്ള വാദം ഉണ്ടായിരുന്നു. 3 മാസം നടന്ന അന്വേഷണത്തിൽ തന്റെ പേര് വന്നില്ല എന്നുള്ളതാണ് തന്ത്രി പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ SITയുടെ വാദമായിരുന്നത് ശബരിമലയിലെ എല്ലാത്തിന്റെയും അവസാന വാക്ക് തന്ത്രിയാണ് എന്നുള്ളതാണ്. SIT തുടക്കം മുതൽ തന്നെ തന്ത്രിക്കെതിരെ ഉന്നയിച്ചു വന്നിരുന്ന ഒരു വാദം. യുവതീ പ്രവേശനം തടഞ്ഞത് ഇതിന് തെളിവല്ല എന്ന് പറയുന്നു. പാളികൾ കൊണ്ടുപോകുന്നത് തന്ത്രി തടഞ്ഞില്ല എന്നുള്ളത് പറയുന്നു. പോറ്റിയെ ശബരിമലയിൽ നിയമിക്കാൻ തന്ത്രി സ്വന്തം നിലയ്ക്ക് സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. പോറ്റിയെ സ്പോൺസർ ആക്കിയതിലും തന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ളത് SITയുടെ ഒരു കണ്ടെത്തലായിരുന്നു. സ്വർണ്ണപ്പാളി കടത്തുന്നതിനും മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തിയതും തന്ത്രി എന്നുള്ള ഇപ്പോൾ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെ തന്ത്രിയുടെ ഭാഗമായി, അതായത് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം SIT വളരെ ബോധപൂർവം ഈ കേസിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം അത് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇതിനൊന്നും തന്നെ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെടുത്താവുന്ന ഒന്നും തന്നെ കോടതിക്ക് ബോധ്യപ്പെടാത്തതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിയത്. മാത്രമല്ല, ഈ കാര്യങ്ങൾ പല കാര്യങ്ങളിലും SIT അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങളൊക്കെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇതൊന്നും തന്നെ തെളിയിക്കാനുള്ള മതിയായ തെളിവുകൾ കോടതിയിൽ ഉണ്ടായില്ല എന്നതുകൂടി കണക്കിലെടുത്താണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിയത്. SIT ഈ അറസ്റ്റ് യുവതീ പ്രവേശനം തടഞ്ഞതിലുള്ള ഒരു പ്രതികാര നടപടി എന്ന നിലയിലാണ്. എല്ലാ ദിവസവും നട തുറക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ താൻ അംഗീകരിക്കാതിരുന്നതിലുള്ള പ്രതികാരം എന്ന നിലയിലാണ് തന്നെ ഈ കേസുമായി ബന്ധപ്പെടുത്താൻ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് നടന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും പ്രഥമദൃഷ്ട്യാ തെളിവില്ല എന്ന് കണ്ടെത്തിയാണ് കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഉപാധികളോടെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അത് SITയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി കൂടിയാണ്. സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.